ശരിക്കും പെർഫെക്റ്റ് ടെൻസ് നമ്മൾ വെർബിൻ്റെ ഏത് ഫോമാണ് പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ അല്ലേ? അതുപോലെ തന്നെ പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിളിന് മുമ്പ് ഏത് ഫോമാണ് ചേർക്കുന്നത്? ഹാവ് അല്ലേ? ഹാവിൻ്റെ ഫോംസ് ഏതൊക്കെയാണ്? പ്രസൻറ്റ് ടെൻസിൽ ഹാസും ഹാവ്, പാസ്റ്റ് ടെൻസിൽ ഹാഡ്. പൊതുവായിട്ട് പഠിക്കുകയാണെങ്കിൽ അങ്ങനെ എളുപ്പം പഠിക്കാൻ പറ്റുന്നെങ്കിൽ അങ്ങനെ പഠിക്കാം. ഫ്യൂച്ചർ ടെൻസിൽ വിൽ ഹാവ് ഷാൾ ഹാവ്. ഏതാ? വിൽ ഹാവ് ഷാൾ ഹാവ്. നമ്മളിപ്പോൾ ഏതാ പറയുന്നത്? ഫ്യൂച്ചർ പെർഫെക്റ്റ് അല്ലേ? അപ്പോൾ ഫ്യൂച്ചർ പെർഫെക്റ്റിൽ ഏതായിരിക്കും ചേർക്കുന്നത്? വിൽ ഹാവ് ഷാൾ ഹാവ്. കണ്ടോ? വിൽ ഹാവ് ഷാൾ ഹാവ് ദെൻ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദി വെർബ്. വിൽ ഹാവ് ഷാൾ ഹാവ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദി വെർബ്. ഈ ഫ്യൂച്ചർ പെർഫെക്റ്റ് തുടങ്ങുന്നതും എൻഡ് ചെയ്യുന്നതും ഫ്യൂച്ചർ ടെൻസിൽ തന്നെ. ബെസ്റ്റ് എക്സാമ്പിൾ നമ്മൾ രാഷ്ട്രീയക്കാരുടെയൊക്കെ കാര്യം വേണമെങ്കിൽ പറയാം. ഇതാക്കി പറയുമല്ല, അവർ പറയത്തില്ലേ ഇന്ന കാര്യം ഞങ്ങൾ ചെയ്യും, ഞങ്ങൾക്ക് വോട്ട് തരണം, അല്ലെങ്കിൽ ഇന്ന കാര്യം ഞങ്ങൾ ചെയ്ത് തീർത്തിരിക്കും എന്ന് പറയുമ്പോൾ എപ്പോഴാണ് തുടങ്ങുന്നത്? ഫ്യൂച്ചറിൽ അല്ലേ? ഫ്യൂച്ചറിലല്ല അറിയാലോ. ഒരു പാലം ഞങ്ങൾ പണിഞ്ഞു കഴിഞ്ഞിരിക്കും, അല്ലെങ്കിൽ ഒരു റോഡ് ഞങ്ങൾ നിർമ്മിച്ചു കഴിഞ്ഞിരിക്കും. ഫ്യൂച്ചറിലാണ് തുടങ്ങുന്നത്, അത് എൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഫ്യൂച്ചറിൽ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ തുടങ്ങിയിട്ട് ഒരു നിശ്ചിത സമയത്ത് തീർക്കുന്ന, ഇത്ര കാലയളവിനുള്ളിൽ തീർക്കുന്ന കാര്യങ്ങളാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് ചേർക്കുന്നത്. നമ്മളെങ്ങനെ പറയാം? ഐ സബ്ജക്റ്റ്, ബി സബ്ജക്റ്റ്, ഇത് രണ്ടും ഫസ്റ്റ് പേഴ്സൺ അല്ലേ? ഫസ്റ്റ് പേഴ്സൺ പ്രൊനൗൺസ് അല്ലേ? ഈ ഫസ്റ്റ് പേഴ്സണിൻ്റെ കൂടെ എപ്പോഴും എന്താ ചേർക്കുന്നത്? ഷാൾ. എങ്ങനെ പറയാം? ഐ ഷാൾ ഹാവ് സ്റ്റഡീഡ്, വി ഷാൾ ഹാവ് റിട്ടൺ, ഞങ്ങൾ എഴുതി കഴിഞ്ഞിരിക്കും. എഴുതാൻ തുടങ്ങിയോ? ഇപ്പം തന്നെ നിങ്ങൾക്ക് ഒരു അസൈൻമെൻറ്റ് തന്നെന്ന് വെച്ചു. ജനുവരി 28 നിങ്ങൾക്ക് വെക്കേണ്ട ഒരു അസൈൻമെൻറ്റ് ആണെന്ന് വെച്ചു. ഞാൻ എപ്പോഴും പറയാം, നിങ്ങളത് ചെയ്തോ. ഞങ്ങൾ ഒരു മാസം കൊണ്ട് പൂർത്തിയാക്കിയിരിക്കും. അപ്പോൾ എപ്പോഴാണ് തുടങ്ങുന്നത്? ഫ്യൂച്ചറിലല്ലേ? അത് പൂർത്തിയാക്കുന്നത് എപ്പോഴാണ്? അപ്പോൾ ഇന്ന സമയം. കാര്യം മനസ്സിലാകാൻ വേണ്ടിയത് പറഞ്ഞേ. വി ഷാൾ ഹാവ് റിട്ടൺ ഓർ ഫിനിഷ്ഡ് ദാറ്റ് അസൈൻമെൻറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഞങ്ങൾ തുടങ്ങിയിട്ടില്ല അല്ലേ? അത് ഭാവിയിൽ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ഞങ്ങൾ തീർത്തിരിക്കുന്നു. വി ഷാൾ ഹാവ് ഫിനിഷ്ഡ് ഇറ്റ്. പക്ഷെ ആ വീയുടെ ഷാളിന് പകരം വില്ല ചേർക്കുന്നെങ്കിൽ യാതൊരു സംശയമില്ല, അത് തീർത്തിരിക്കുന്നു. ഗ്രാമർ പഠിക്കുമ്പോൾ നമ്മൾ വീട് എന്ത് ചേർത്ത് പഠിക്കണം? ഷാൾ. വി ഷാൾ ഹാവ് റിട്ടൺ. യു വിൽ ഹാവ് റെഡ് അല്ലേ? യു സബ്ജക്റ്റ് ആകുമ്പോൾ, യു എന്ന് പറയുന്നത് ഏത് പേഴ്സണാണ്? സെക്കൻഡ് പേഴ്സൺ. യു സബ്ജക്റ്റ് ആകുമ്പോൾ വില്ല ചേർക്കേണ്ടത്. യു വിൽ ഹാവ് റെഡ്. റീഡ് എന്നുള്ള വെർബിൻ്റെ പാസ്റ്റ് ടെൻസും പ്രസൻറ്റ് പാസ്റ്റ് പാർട്ടിസിപ്പിളും എഴുതുന്ന റീഡ് എന്നതിനാണെങ്കിലും വായിക്കുന്നത് യു വിൽ ഹാവ് റെഡ്. ദേ സബ്ജക്റ്റ്, ബാക്കി എല്ലാ ഐയും വിയും ഒഴിച്ച് ബാക്കി എല്ലാ സബ്ജക്റ്റിനും വില്ലാണ്. ദേ വിൽ ഹാവ് സങ്. സങ് എന്ന് പറയുന്നത് ഏത് വെർബിൻ്റെ ഫോമാണ്? സിങ്, സാങ്, സങ് അല്ലേ? സിങ്, സാങ്, സങ്. SUNG. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഏതാ? സങ്. They will have sung. He will have spoken. Spoken ഏത് വെർബാ? സ്പീക്ക് ഇൻ്റെ പാസ്റ്റ് ടെൻസ് ആണ്. സ്പീക്ക്, സ്പോക്ക്, സ്പോക്കൺ. സ്പീക്ക്, സ്പോക്ക്, സ്പോക്ക്. She will have taught. Taught ഏത് വെർബിൻ്റെ ഫോമാണ്? ടീച്ച്. ടീച്ചിൻ്റെ പാസ്റ്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഏത് തന്നെ? ടീച്ച്, ടോട്ട്, ടോട്ട് അല്ലേ? She will have taught. അവരെ അല്ലേ പഠിപ്പിച്ചിരിക്കും. ഷീ വിൽ ഹാവ് ടോട്ട്. ഏതെങ്കിലും ഒരു പോർഷൻ നിങ്ങൾ തീർത്തില്ല, ഷീ വിൽ ഹാവ് ടോട്ട് ദാറ്റ് പോർഷൻ എന്ന് പറഞ്ഞാൽ ഭാവിയിൽ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ അത് പഠിപ്പിച്ചിരിക്കും. മനസ്സിലായോ? സബ്ജക്റ്റ് വിൽ ഹാവ്, ഷാൾ ഹാവ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ, ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ്. ഈ ഫ്യൂച്ചർ പെർഫെക്റ്റിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് നമ്മൾ ഈ ക്ലോസിൽ ചെല്ലുമ്പോൾ അന്നേരം പറയുന്നത്. ഐ ഷാൾ ഹാവ് സ്റ്റഡീഡ്, വി ഷാൾ ഹാവ് റിട്ടൺ, യു വിൽ ഹാവ് റെഡ്, ദേ വിൽ ഹാവ് സങ്, he will have spoken, she will have taught. ഏതെങ്കിലും ഒരു വെർബ് പറഞ്ഞാൽ നിങ്ങൾക്ക് പറയാമോ? ഈറ്റ് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഈറ്റ് പാസ്റ്റ് ടെൻസ് ഏതാ? ഈറ്റ്, ഏറ്റ്, ഈറ്റൻ. ഈറ്റ്, ഈറ്റൻ. ഏത് വെർബാണ് നമ്മൾ എടുക്കേണ്ടത്? ഈറ്റൻ ആണ് എടുക്കേണ്ടത്. അതിന് മുമ്പ് എന്ത് ചേർക്കുക? വിൽ ഹാവ്, ഷാൾ ഹാവ്. ഐ ഷാൾ ഹാവ് ഈറ്റൻ, വി ഷാൾ ഹാവ് ഈറ്റൻ, യു വിൽ ഹാവ് ഈറ്റൻ, ദേ വിൽ ഹാവ് ഈറ്റൻ, ഹി വിൽ ഹാവ് ഈറ്റൻ, ഷീ will have it. മനസ്സിലായോ? ഫ്യൂച്ചർ പെർഫെക്റ്റ് മനസ്സിലായോ?
ഫ്യൂച്ചർ പെർഫെക്റ്റ്, സബ്ജക്റ്റ്, വിൽ ഹാവ്, ഷാൾ ഹാവ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. പെർഫെക്റ്റ് എന്നുള്ള പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഇത് ഐഡന്റിഫൈ ചെയ്യാൻ ചോദിച്ചാൽ പെർഫെക്റ്റ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉണ്ടോ എന്ന് നോക്കണം. അതിന് മുമ്പ് വിൽ ഹാവോ ഷാൾ ഹാവോ ആണെന്നുള്ളത് ഫ്യൂച്ചർ പെർഫെക്റ്റ് ആയിരിക്കും. ഹാസോ ഹാവോ ആണെങ്കിലോ പ്രസന്റ് പെർഫെക്റ്റ് ആയിരിക്കും. ഹാർഡ് ആണെങ്കിലോ പാസ്റ്റ് പെർഫെക്റ്റ് ആയിരിക്കും. മനസ്സിലായല്ലോ?